അപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും റേഞ്ച് ഓഫർ ചെയ്യുന്ന വാഹനമാണ്. ഒറ്റ ചാർജിൽ 857 കിലോമീറ്ററാണ് റേഞ്ച് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ബാക്ക് വീലും സ്റ്റിയറബിൾ ആണ്. അതായത് ഫ്രണ്ടിലെ ഫ്രണ്ടിൽ നമ്മൾ തിരിക്കുന്ന പോലെ തന്നെ ബാക്കിലെ വീലും പതുക്കെ തിരിഞ്ഞു വരും എന്നുള്ളത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഈ ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ 3 ചേംബറിലാണ് ഇരിക്കുന്നത്. ഡിജിറ്റൽ ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ പ്രൊജക്ടേഴ്സ് ആണ്. അതായത് നമ്മൾ ഈ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് എന്നുള്ളതല്ല, ഈ റോഡിലേക്ക് സിഗ്നലും വാർണിങ്ങും ഒക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ലാമ്പാണ്. അപ്പോൾ നമ്മൾ കീ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു വാഹനത്തിൻ്റെ ഡോർ നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ചെയ്യുക. അതുപോലെ വെൽക്കമിങ് ഫംഗ്ഷൻ മിറർ ഓപ്പറായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ സൈഡിലെ കാഴ്ച എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ തിരിച്ച് സ്വൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ്മൈഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 1.25 കോടി രൂപയുടെ ഒരു വാഹനം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വാഹനത്തിൻ്റെ റിവ്യൂ ആണെന്നൊന്നും പറയുന്നില്ല, കാരണം മെർസിഡീസ് ബെൻസിൻ്റെ എസ് ക്ലാസ് ശ്രേണി വരുന്നൊരു വാഹനമാണ്. ഇതൊരു റിവ്യൂ കണ്ടുകൊണ്ട് ആരും വാങ്ങിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒട്ടും പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റാത്തൊരു വാഹനമാണ് എസ് ക്ലാസ് എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനം, അതും ഇത്രയും വിലയുള്ളൊരു വാഹനം. അപ്പോൾ ഈ ഒരു വാഹനം, ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു എന്താ പറയുക, ഇതൊക്കെ ടെക്നോളജി അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് മെർസിഡീസ് ബെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേൾഡിൽ ആദ്യമായിട്ട് ഒരു കാർ ഉണ്ടാക്കിയ കമ്പനിയാണ്. അത് മോഡൽ 1 എന്ന് പറഞ്ഞ 1866 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു വാഹനമാണ്, അല്ലെങ്കിൽ കമ്പനിയാണ് മെർസിഡീസ് എന്ന് പറയുന്നത്. കാൾ ബെൻസ് എന്നാണ് ഓണറിൻ്റെ പേര്. അദ്ദേഹം അന്നേ പേറ്റൻറ്റ് അപ്ലൈ ചെയ്ത് അന്ന് 1866 ഈ വാഹനത്തിന് പേറ്റൻറ്റ് കിട്ടുന്നത്. ഈ വാഹനത്തിനല്ല, വേൾഡിലെ ആദ്യത്തെ കാറിന് പേറ്റൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ കാർ മേക്കേഴ്സ് ആയിട്ടുള്ള മെർസിഡീസ് ബെൻസിൻ്റെ ഏറ്റവും ടോപ്പ് ശ്രേണി, അതായത് അവരുടെ ഏറ്റവും ടോപ്പ് ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ക്ലാസും മീബാക്കൊക്കെയാണ്. ലൈക്ക് അതിനകത്ത് തന്നെ ഇലക്ട്രിക്കിനകത്ത് തന്നെ ഈ പറയുന്ന പോലെ EQS എന്ന് പറയുന്ന മോഡലാണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത്. അപ്പം ആ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളെ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്തിട്ടില്ലേ, തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. അപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും റേഞ്ച് ഓഫർ ചെയ്യുന്ന വാഹനമാണ്. ഒറ്റ ചാർജിൽ 857 കിലോമീറ്ററാണ് റേഞ്ച് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇത് മെർസിഡീസ് ബെൻസിൻ്റെ എല്ലാ ആധുനികമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കൂടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ റിവ്യൂ നമുക്ക് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, അത്രത്തോളം ഫീച്ചേഴ്സ് ഉണ്ട്. ഏകദേശം 91ഓളം പേജസ് ആണ് ഇതിൻ്റെ ബ്രൗഷർ മാത്രമേ ഉള്ളത്. അപ്പം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഓൾ ഇലക്ട്രിക് ആയിട്ട് വരുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള, ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാഹനങ്ങളൊന്നാണ്. 4.3 സെക്കൻഡിൽ തന്നെ 0 to 100 അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഷനാണ്. അപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ച്, ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഏറ്റവും പവർഫുൾ ആയിട്ട് വരുന്ന ഒരു ഹാച്ച് ബാക്ക് ആണെന്നാണ് ഇവർ പറയുന്നത്. ലൈക്ക് നമുക്കൊരു സെഡാൻ ലുക്ക് ഉണ്ടെങ്കിലും ഇച്ചിരി കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോ ഡിസൈൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അമ്പും വില്ലും ഉണ്ടല്ലോ, നമ്മൾ ഈ സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അമ്പ് വളച്ച് പിടിച്ചിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ അത് ശരിക്കും പറയാം എയറോഡൈനാമിക്കലി ഭയങ്കരമായിട്ട് വാഹനത്തിൻ്റെ ആ ഒരു ഡൈനാമിക്സ് കൂട്ടാൻ വേണ്ടിയാണ് അത്തരത്തിൽ. കാരണം എയറിൻ്റെ ഫ്ലോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. അത്രയും വളരെ വേഗത്തിൽ പോകുമ്പം, പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങളാകുമ്പോൾ ഭയങ്കര റെസിസ്റ്റൻസ് കുറവായിരിക്കണം. അപ്പോൾ ഇങ്ങനെ എയർ ഇങ്ങനെ ഒഴുകി പോകുന്ന തരത്തിലാണ് ആ ഒരു ഡിസൈനും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഫുള്ളി നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് അഡാസ് ഫീച്ചേഴ്സ് ആണ് മെയിനായിട്ട് എല്ലാ വാഹനങ്ങളിലും പുതിയതായിട്ട് കൊണ്ടുവരുന്ന ടെക്നോളജി. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അഡാസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നതിന് മുകളിലുള്ള ഫീച്ചേഴ്സാണ്. പിന്നെ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോമെട്രിക്കലി ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. നോർമൽ ഒരു കാർ എന്ന രീതിയിൽ പറയാൻ പറ്റില്ല, കാരണം ഒരു നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും. കാരണം നമ്മൾ വാഹനത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പം ലൈക്ക് നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സെറ്റിങ്ങുകൾ കാരണം അത് ചെയ്യാൻ പറ്റും. വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് ലോഡ് പേഴ്സണലൈസ് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് ഹൈറ്റും പൊസിഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതകത്തേക്ക് കയറി നോക്കുമ്പോൾ രീതിയിലേക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം പ്രത്യേകിച്ച് ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറഞ്ഞു, വളരെ ഭംഗിയുള്ള ഒഴുക്കനായിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ വാഹനം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും രണ്ട് ക്യാമറാസ് ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്ലാസിനോട് ചേർന്നിട്ടാണ്. അത് ഈ പറയുന്ന അഡാസ് ഫീച്ചേഴ്സ് വർക്ക് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് റിയലി അത് പറഞ്ഞു കഴിഞ്ഞാൽ തീരാൻ മാത്രം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഹുഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോ നമുക്ക് കാണാം. 1866 ഈ ഒരു കമ്പനി സ്ഥാപിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം പഴക്കമുണ്ടല്ലേ. ആദ്യത്തെ കാലത്ത് മെർസിഡീസ് ബെൻസിൻ്റെ വാഹനങ്ങളിൽ അതിൻ്റെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ഒരു 3 ചക്രമുള്ള ഒരു വാഹനം റോഡിൽ കൂടെ ഒരു ലേഡി ഓടിച്ചുകൊണ്ട് വരുമ്പം ഒരു
ഒരു എന്താ പറയുന്നത് ഒരു ദുർമന്ത്രവാദി എന്നുള്ള രീതിയിലാണ് കണക്ക് കൂട്ടിയിരുന്നത്. കാരണം അന്നത്തെ കാലത്ത് അതിന് മുമ്പ് ആരും വാഹനങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ഗ്യാസോലിൻ അല്ലെങ്കിൽ പെട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു വാഹനം അവർ കൊണ്ടുവന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദുർമന്ത്രവാദി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ആൾക്കാരെ എന്താണ് ഈ പറയുന്ന പോലെ വാഹനങ്ങൾ എന്ന് പഠിപ്പിച്ചൊരു കമ്പനിയാണ് മെർസിഡീസ് ബെൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആ വലിയ ട്രൈ സ്റ്റാർ ലോഗോ നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റും. ഈ ലോഗോയ്ക്ക് ഒരു വലിയ പ്രത്യേകത മുമ്പ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ആകാശവും ഭൂമിയും അതുപോലെ ജലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ പറയുന്ന 3 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ആകാശം, ഭൂമി, ജലം. അതായത് ഈ 3 സ്ഥലത്തും മെർസിഡീസ് ബെൻസിൻ്റെ ഒരു കോൺകറിങ്, അതായത് ഏറ്റവും ആ ഒരു ഈ മേഖലകളിലെല്ലാം, അതായത് ഭൂമിക്കടിയിലും മുകളിലൊക്കെ മെർസിഡീസ് ബെൻസ് എന്ന് പറയുന്ന പോലെ അവരുടെ കമ്പനി വളർത്താൻ വേണ്ടിയാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രില്ലിലേക്ക് വരുമ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ട് വരുന്നൊരു ഗ്രില്ലാണ്. നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോയുടെ പാറ്റേൺസ് നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ, ആ സ്റ്റാറാണ് കംപ്ലീറ്റ് വരുന്നത്. ഭയങ്കര ഭംഗിയാണ്. പ്രത്യേകിച്ച് ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു പൊസിഷൻ DRL ലാംപ്സ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇതിൻ്റെ ലൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസ്റ്റോണിഷ് ആകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഞെട്ടലുള്ളാക്കുന്ന ഒരു സാധനമാണ് ഡിജിറ്റൽ ലൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ 3 ചേമ്പറിലാണ് ഇരിക്കുന്നത്. ഡിജിറ്റൽ ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ പ്രൊജക്ടേഴ്സാണ്. അതായത് നമ്മൾ ഈ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് എന്നുള്ളതല്ല, ഈ റോഡിലേക്ക് സിഗ്നലും വാർണിങ്ങും ഒക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ലാമ്പാണ്. പ്രത്യേകിച്ച് വാർണിംഗ് സിഗ്നൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡിൽ ഒരു പ്രൊജക്ടർ പോലെ ഇത് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഈ വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിക്കകത്ത് ഏകദേശം 12 ലക്ഷം, അതായത് 1.2 മില്യൺ ആയിട്ടുള്ള മൈക്രോ മിറേഴ്സ്, കണ്ണാടികളുണ്ട്. ആ മിറേഴ്സിൽ കൂടെയാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഡൈനാമിക് ലൈറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര രസമായിരിക്കും. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബീം, ഹൈ ബീം, ലോ ബീം ഈ വാഹനത്തിൻ്റെ മാറ്റേണ്ട ആവശ്യമില്ല. അതായത് റോഡിൽ ഒരു വണ്ടി ഓപ്പോസിറ്റ് വരികയോ അല്ലെങ്കിൽ റോഡിൽ ഫ്രണ്ടിൽ ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളുണ്ടെങ്കിലും ആ ആൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് ഓട്ടോമാറ്റിക്കലി ലൈറ്റിൻ്റെ സ്കാനിങ് മാറിയിട്ട് യാത്ര സുഗമമാക്കും എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നേരെ ഫ്രണ്ടിൽ, ഈ ലൈറ്റിന് നേരെ ഫ്രണ്ടിൽ ഒരു വാഹനം വരുവാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന് 2 സൈഡിലേക്കും മാത്രം ലൈറ്റ് പോയിട്ട് ആ വാഹനത്തിനും ബ്ലൈൻഡ് സ്പോട്ട് ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ് ഈ വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ എന്തുമാത്രം ടെക്നോളജിയാണ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നുള്ളത്. അതുപോലെ അവിടെ വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ബ്ലാക്ക് എലമെൻറ്റിലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ ഇതൊരു വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു കാറാണ്. കുറച്ച് നിലം തൊട്ടാണ് വാഹനം കിടക്കുന്നത്. അപ്പം ഫ്രണ്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഗാർണിഷിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മെർസിഡീസ് ബെൻസിൻ്റെ മുമ്പ് ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളത് കട്ട് ഷോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. നമ്മളിനി സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 20 ഇഞ്ച് പ്രൊഫൈൽ വരുന്ന വലിയ ടയേഴ്സാണ് നമുക്ക് കാണുന്നത്. അത് നമുക്ക് അതിൻ്റെ ഒരു അലോയ്സ് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ലോഗോ നടുക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഡിസ്ക് ബ്രേക്കുകളാണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഗോത്തര സസ്പെൻഷനാണ് വരുന്നത്. എയർ സസ്പെൻഷനാണ്. വണ്ടിയുടെ ഹൈറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇത് പൊതുവേ കുറച്ചുകൂടെ ഭയങ്കര പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വാഹനമായതുകൊണ്ട് കുറച്ചുകൂടെ നിലം തൊട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഹമ്പൊക്കെ കയറുമ്പോൾ അടി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ പ്രീമിയം കാസ് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കി ഹമ്പൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ചെരിച്ചിറക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഈ വാഹനത്തെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 25 മില്ലിമീറ്ററോളം നമുക്ക് ഹൈറ്റ് കൂട്ടാനായിട്ട് പറ്റും. റണ്ണിങ്ങിലാണെന്നുണ്ടെങ്കിൽ 50 കിലോമീറ്റർ താഴെയാണെന്നുണ്ടെങ്കിൽ വാഹനം ഓടുമ്പോൾ തന്നെ ഹൈറ്റ് കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് വൺസ് നമ്മളിപ്പോൾ നമ്മുടെ വീടിനടുത്ത് ഒരു ഹമ്പിന് മുകളിൽ ഈ വാഹനം കയറുന്ന സമയത്ത് നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലസ്റ്ററിനകത്ത് ഒരു ചോദിക്കുക ഇത് ജിയോ ടാഗ് ചെയ്യണമെന്ന് ചോദിക്കും. ജിയോ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ വണ്ടിയായിട്ട് ആ സ്പോട്ടിൽ ചെല്ലുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വണ്ടി റൈസ് ആകും എന്നുള്ളതാണ് പ്രത്യേകത. കാരണം ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഡ്രൈവർ ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്രൈവർ ബിഹേവിയർ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഗസ്റ്റേഴ്സ് പോലെ, അതായത് നമ്മൾ കൈകൊണ്ട് കാണിക്കുന്ന ഒരു ആംഗ്യങ്ങൾ പോലും വണ്ടിക്ക് മനസ്സിലാവും എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാഹനം തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് EQS നമുക്ക് കാണാം. അപ്പം EQS എന്ന് പറയുമ്പോൾ കണ്ടോ ഇതിനകത്ത് ആ ഒരു ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ക്യൂവിൽ ഒരു ചാർജിങ്ങിൻ്റെ ഒക്കെ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെ അവിടെ പൊതുവെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ ടോപ്പിൽ നിന്ന് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പാൻഡമിക് ആയിട്ടുള്ള ഒരു സൺറൂഫ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അത് ഭയങ്കര നമുക്ക് സാധാരണ ഒരു വാഹനത്തിൻ്റെ സൺറൂഫ് അല്ല, ഒറ്റ ഗ്ലാസ് പ്ലാനിൽ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ വാഹനത്തിന് A പില്ലറും B പില്ലറും ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ പ്രീമിയം ആയിട്ടുള്ള ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ മിറേഴ്സ് കാണാം. മിറേഴ്സിനകത്ത് സീക്വൻഷ്യൽ ആയിട്ടുള്ള ലാംപ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഉണ്ട്. ഇതൊക്കെ എല്ലാ വാഹനങ്ങളിലുണ്ട്. ഇവരൊക്കെ ആയിരിക്കും ആദ്യം ഈ ടെക്നോളജിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. ലൈക്ക് ഒരു ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ തിരിയുന്ന സമയത്ത്
ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതിന് വാഹനത്തിനകത്ത് ആംബിയൻ ലൈറ്റുകളുണ്ട്. ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ഡോർ ഞാൻ വാഹനം നിർത്തിയിട്ട് ഈ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വശത്തോടെ വണ്ടി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിക്കകത്ത് ആംബിയൻ ലൈറ്റ് റെഡ് കളറിലേക്ക് മാറും, അലേർട്ടാണെന്ന് പറയാം. അപ്പോൾ അത്രയും നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വാഹനമാണ്. ഇനി നമ്മൾ ഈ വാഹനത്തിന് ഡോർ ഹാൻഡിൽസ് വന്നു കഴിഞ്ഞാൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് കേട്ടോ. ഇത് വാഹനത്തിന് ബോഡിക്കകത്താണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഡോർ ഹാൻഡിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, വാഹനത്തിൻ്റെ കീ ഞാൻ കാണിച്ചു തരാം. ഇതൊരു അടിപൊളി ഒരു കീ ആണ്, ഒരു കോപ്പർ ഫിനിഷൊക്കെ ഉള്ള ഒരു അടിപൊളി കീ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ കീ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു വാഹനത്തിൻ്റെ ഡോർ നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ചെയ്യുക. അതുപോലെ വെൽക്കമിങ് ഫംഗ്ഷൻ മിറർ ഓപ്പറായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ സൈഡിലെ കാഴ്ച എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ തിരിച്ച് സ്വൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകം നോക്കാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെലിക്സ് ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ്. അത് ഭയങ്കര ഭംഗിയാണ്. ഹെലിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ DNA-ക്കകത്തൊക്കെ ഉള്ള ഒരു ഏണി പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനിലാണ്, ഹെലിക്സ് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. LED ആണ് കംപ്ലീറ്റ് വരുന്നത്. അത് ലിറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് വളരെ ഭംഗിയാണ്. പിന്നെ ഒരു കൂപ്പേ ഡിസൈനാണ് വാഹനത്തിന് കണ്ടോ. ഈ ഒരു ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു കൂപ്പേ ഡിസൈനാണ്, ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന ഒരു ഫീലാണ്. കാരണം ഇത് കണ്ടോ, ഒറ്റ ഒരു ലൈക്ക് ഒരു റാ വരച്ച് വെച്ചിരിക്കുന്നത്, അല്ലാതെ ഞാൻ പറയുന്ന അസ്ത്രം അല്ലെ ബോ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് തന്നെ കൊടുത്ത് ഡീഫോഗർ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. അതുപോലെ ഈ വശത്തേക്ക് വരുവാണെങ്കിൽ മെഴ്സിഡസ് ബെൻസ് ലോഗോ ഉണ്ട്. അപ്പോൾ ഫുള്ളി കണക്റ്റഡ് ആയിട്ട് വരുന്ന ടെയിൽ ലാമ്പാണ് കേട്ടോ. ഇത് ഫോർമാറ്റിക് ആയിട്ടുള്ള വണ്ടിയാണ്. ഫോർമാറ്റിക് ആയിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വീൽ ഡ്രൈവ് ആണ്. ഇതിന് 2 മോട്ടറാണുള്ളത്. സാധാരണ ഇലക്ട്രിക് കാറിന് ഒരു മോട്ടറേ ഉള്ളൂ. ഇതിന് ഫ്രണ്ടിലും ബാക്കിലും മോട്ടോർസ് ഉണ്ട് എന്നാണ് പ്രത്യേകത. ഓക്കെ, ഇതിൻ്റെ ഒരു പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഓൾറെഡി റേഞ്ച് പറഞ്ഞ് 857 കിലോമീറ്ററാണ്. ഇതിൻ്റെ പവർ നമ്മൾ ശ്രദ്ധിക്കണം. ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. ലിഥിയം അയൺ ബാറ്ററി വരുമ്പോൾ 107 കിലോ വാട്ടിൻ്റെ പവർ കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 512 HP ആണ്. അതുപോലെ 855 Nm ടോർക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 0 to 100 എന്ന് പറഞ്ഞാൽ 4.5 seconds എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് ജെറ്റ് പോലെയാണ്. 0 to 160 ഒക്കെ പടേന്ന് പറഞ്ഞ് കയറി പോകുന്ന ഏറ്റവും പെർഫോമൻസ് ഉള്ള വേൾഡിലെ ഇലക്ട്രിക് കാറുകളൊന്നാണ് ഈ പറയുന്ന മെഴ്സിഡസ് ബെൻസിൻ്റെ EQS 580 എന്ന് പറയുന്നത്. അപ്പം 2 മോട്ടോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 മോട്ടോഴ്സിൻ്റെയും കൂടെ പവർ ട്രെയിൻ ആണ് ഈ പറയുന്നത് കേട്ടോ. 512 HP 2 മോട്ടറും കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വാഹനത്തിൻ്റെ ബാക്ക് വീലും സ്റ്റിയറബിൾ ആണ്. അതായത് ഫ്രണ്ടിലെ ഫ്രണ്ടിൽ നമ്മൾ തിരിക്കുന്ന പോലെ തന്നെ ബാക്കിലെ വീലും പതുക്കെ തിരിഞ്ഞു വരും എന്നുള്ളത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. 10 ഡിഗ്രിയോളം വാഹനത്തിൻ്റെ ഒരു ബാക്ക് ടയർ തിരിയുന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് വാഹനത്തിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറാം. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താ പറയുക, ശരിക്കും ഒരു ആഭരണ കലവറയാണ് ജോസ്കോ എന്ന് പറയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി. എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞു ഒപ്പിക്കാനായിട്ട് എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. എന്നാലും എനിക്ക് പറ്റുന്ന കുറേ ഫീച്ചേഴ്സ് നിങ്ങളോട് ഞാൻ പറയാം. അപ്പം നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഡോർ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഡോർ ഓപ്പൺ ആയി വരും. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഫ്രെയിംലെസ് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് വാഹനത്തിനകത്തുള്ളത്. കണ്ടോ, ഒരു ഫ്രെയിംലെസ് വിൻഡോ ആണ്. അപ്പോൾ ഇതിന് വളരെ പ്രീമിയം ആയിട്ടുള്ള കാറുകളിലൊക്കെ കാണുന്നത്, ഇത് പ്രീമിയം ആണല്ലോ, അൾട്രാ പ്രീമിയം ആണെന്നൊക്കെ പറയുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അങ്ങനെ ഫ്രെയിംലെസ് ആയിട്ട് ഡോറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിൻഡോസൊക്കെ നമുക്ക് വണ്ടി ഓണിന് ശേഷം താത്ത് കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്നതാണ്. കണ്ടോ, ഇവിടെയൊക്കെ മൊത്തം ലെതേഴ്സാണ് ഉപയോഗിക്കുന്നത്. വാഹനത്തിനകത്തെല്ലാം കംപ്ലീറ്റ് നാപ്പ ലെതേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്റ്റിച്ചസൊക്കെ വളരെ മനോഹരമാണ്. പിന്നെ ഡോറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മെമ്മറി ഫംഗ്ഷൻസ് ആണ്. വളരെ പ്രീമിയം ക്ലാസ്സിനകത്ത് കാണുന്നതാണ്. നമുക്കൊരു 3 സ്റ്റൈലുള്ള സീറ്റ് സെറ്റിങ്സ് നമുക്ക് അവിടെ മെമ്മറൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഡോർ ഹാൻഡിൽസ് നമുക്ക് കാണാം. അതുപോലെ മിറേഴ്സിൻ്റെ മിററിൻ്റെ കൺട്രോൾ ഇതാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഡോറിൻ്റെ കൺട്രോൾസ് ആണ്. അതുപോലെ ഈ ഒരു വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫയൽ പോക്കറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഒരു കുപ്പി വെള്ളമൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ബാക്കിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്വിച്ചും വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് നോക്കിക്കേ, ഭയങ്കര ലഷ് പ്രീമിയം ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിമാനത്തിൻ്റെ കോക്പിറ്റിനോട് സമാനമായിട്ടിരിക്കുന്ന ഒരു കോക്പിറ്റാണ് വാഹനത്തിനകത്ത് വരുന്നത്. അപ്പോൾ ഇനി ഞാൻ അകത്ത് കയറിയതിന് ശേഷം നിങ്ങളെ ഈ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. EQS 580 വരുമ്പം ലക്ഷറിയുടെ പര്യായമാണെന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കോക്പിറ്റ് നിങ്ങൾ നോക്കിക്കേ, ഞെട്ടിപ്പോകും. അതുപോലെയുള്ള ഒരു കോക്പിറ്റാണ്. ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള, ലോകത്തിലിറങ്ങുന്ന ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള വാഹനങ്ങളുടെ ഇൻറ്റീരിയേഴ്സൊക്കെ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ സീറ്റ്സിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഓൾറെഡി 3 ഈ ഒരു ഡോറിലേക്ക് വരുന്ന സമയത്ത് 3 ഫംഗ്ഷൻസ് ആണ്. സാധാരണ എല്ലാ വാഹനങ്ങളുടെയും സീറ്റിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ ഫംഗ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. സീറ്റ് ബാക്കിലോട്ടും പുറകോട്ടും പോകാനുള്ളതാണ്. ലംബാർ സപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് സീറ്റ് മസാജിങ് ഉണ്ട്. നമുക്ക് നമ്മുടെ പുറമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ വാഹനം മസാജ് ചെയ്യും. അതുപോലെ തന്നെ
നമുക്ക് ഈ വെന്റിലേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. ചൂടും തണുപ്പും ഒക്കെ നമുക്കൊരു 3 ലെവലിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ചൂടും തണുപ്പൊക്കെ കിട്ടുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വാഹനത്തിനകത്ത് നമുക്ക് ഈ ഒരു ഡോർ ട്രിമിനകത്ത് നമുക്ക് സ്പീക്കേഴ്സ് കാണാനായിട്ട് പറ്റും. അത് ബർമിസ്റ്റർ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കേഴ്സാണ്. എസ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എഞ്ചിനുള്ള അല്ല IC വാഹനങ്ങളിലേക്ക് വരുമ്പോൾ 25ഓളം സ്പീക്കേഴ്സും ഉണ്ട്. പക്ഷേ ഈ വാഹനത്തിനകത്ത് 15 സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പം ബർമിസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി, കാരണം മെർസിഡീസ് ബെൻസ് പോലൊരു വണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓഡിയോ സിസ്റ്റമാണ് ബർമിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബർമിസ്റ്ററിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത്രയും പവർഫുൾ ആയിട്ട് പെർഫോമൻസും ഒക്കെ ആയിട്ടുള്ള നല്ല ഫിഡിലിറ്റി ഉള്ള ഓഡിയോ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം സീറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമുക്ക് സീറ്റ്സ് എന്ത് തരത്തിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പേഴ്സണലൈസിന് വാഹനത്തോട് പറഞ്ഞാൽ മതി, അതായത് ഗെറ്റ് പേഴ്സണലൈസ് സീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യും. നമ്മളെല്ലാം പ്രീലോഡായിട്ട് ചെയ്താൽ മതി. വാഹനത്തിൻ്റെ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള വൈറ്റ് നാപ്പ ലെതറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെർസിഡീസ് ബെൻസിൻ്റെ ആദ്യത്തെ നമ്മളെ ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ വാഹനത്തിനകത്ത് ഏകദേശം 9 എയർ ബാഗുകളാണുള്ളത്. ഈവൻ ഈ എയർ ബാഗുകളൊക്കെ ചേർത്തിട്ട് പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പറയേണ്ട, മെർസിഡീസ് ബെൻസിനെ കുറിച്ച് പറയേണ്ട കാര്യത്തില്ല. വേൾഡിലെ ഏറ്റവും സേഫ്റ്റിയസ്റ്റ് ആയിട്ടുള്ള വെഹിക്കിളാണ്. ഇപ്പോൾ വോൾവോയും മെർസിഡീസും ഒക്കെയാണ് ലോകത്തിലെ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ക്രൂയിസ് കൺട്രോളും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ പറയുന്ന പോലെ ഈ അഡാസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ഈ വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് സാധാരണ എല്ലാ വാഹനങ്ങളുള്ള പോലെ വോയിസ് കമാൻഡ് അസിസ്റ്റിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ. അതാണ്ട് ഈ ഭാഗമൊക്കെ ഭയങ്കര രസമാണ് ഈ സ്റ്റിയറിംഗ് കാണുമെന്ന് പറയുന്നത്. ഇത് കൂടാതെ വാഹനത്തിനകത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പാഡിൽ ഷിഫ്റ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ഈ നോബാണ് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് പാർക്കൊക്കെ വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ താഴോട്ട് വെക്കുമ്പോഴത്തേന് ഡ്രൈവ് മുകളിലോട്ട് റിവേഴ്സ്, അതുപോലെ നടുക്ക് വരുമ്പോൾ ന്യൂട്രൽ, പിന്നെ ഈ നടുക്കത്തെ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ പാർക്ക് മോഡിലേക്കാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ടാണ്. സാധാരണ എല്ലാ വാഹനത്തിനും നമ്മളൊക്കെ കാണുന്ന വാഹനം, ഇന്നലെ നമ്മളൊരു നെക്സോണിൻ്റെ പഞ്ചിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ റോട്ടർ ഡയലാണ് വന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് ഇവിടെയാണ് വരുന്നത്. ഇതുപോലെ തന്നെ വാഹനത്തിൻ്റെ ലൈറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളാണ്. ശരിക്കും ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ല, ഹൈ ബീം ലോ ബീം ഒന്നും നമ്മൾ മാറേണ്ട ആവശ്യമില്ല, എല്ലാം അത് ചെയ്തോളാം. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ഒരു വശത്തേക്ക് വരുന്നത്. ആ ഒരു സംവിധാനം നമുക്ക് കാണാൻ സാധിക്കും. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ വാഹനത്തിൻ്റെ ഈ ഒരു ഡാഷ് ബോർഡ് ഏരിയ ആണ് നോക്കണം. 56 ഇഞ്ചിൻ്റെ ഒരു വലിയ ഒരു പാനലാണ് നമ്മൾ കണ്ടത്. അതായത് ഉണ്ടോ, A പില്ലർ തൊട്ട് A പില്ലർ വരെ, അതായത് ആ സൈഡ് തൊട്ട് ഈ സൈഡ് വരെ ഫുൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റിനടിയിൽ 3 ഡിസ്പ്ലേസ് ആണ് വെച്ചിരിക്കുന്നത്. ഒരു ഭയങ്കര വലിയൊരു ഡിസ്പ്ലേ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുകൂടാതെ 2 ഡിസ്പ്ലേസും സൈഡിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറഞ്ഞത്. അതും OLED ഡിസ്പ്ലേസ് ആണ് കേട്ടോ. അത്രയ്ക്കും ഈ ക്ലാരിറ്റിയും അത്രയ്ക്കും റെസ്പോൺസും ഒക്കെ ഉള്ളൊരു സിസ്റ്റമാണ്. കണ്ടത് നോക്കി, പിഞ്ചൊക്കെ എന്ത് വളരെ വേഗത്തിലാണ് വർക്ക് ചെയ്യുന്ന നോക്കി. ഓക്കെ, നമ്മുടെ കൊച്ചു കേരളമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട് ഇത് തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പം വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള സംവിധാനമാണ്. MBUX ആണ്, അതായത് ലൈക്ക് മെർസിഡീസ് ബെൻസ് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള സംവിധാനമാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓവർ ദ എയർ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇന്നത്തെ കാറിനകത്ത് കാണുന്ന പോലെ തന്നെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക്കിനോടുള്ള ആക്സസ്, മില്യൺസ് ഓഫ് സോങ്സ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറയാം, ഇതിൻ്റെ ഫീച്ചേഴ്സ് തന്നെ പറഞ്ഞാൽ തീരത്തില്ല, അത്രത്തോളം ഫീച്ചേഴ്സ് ഉണ്ട്. ഇന്നത്തെ എല്ലാ മോഡേൺ കാറിൽ കാണുന്ന എല്ലാം ഫീച്ചേഴ്സ് ഉണ്ട്. അതിനകത്ത് വേറിട്ട് നിൽക്കുന്നത് മാത്രം സൂചിപ്പിക്കുക. അപ്പോൾ 3 സ്ക്രീൻസ് ആണ് വരുന്നത്. ഈ ഒരു വശത്തെ സ്ക്രീനൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, അത് ഇൻഫർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള സ്ക്രീനാണ്. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ് പാനൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതും ഡിജിറ്റലി വരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലാണ്. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വാഹനത്തിൻ്റെ AC വെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, AC വെൻസ് കണ്ടു കഴിഞ്ഞാൽ ഈ റോൾസ് റോയ്സിൻ്റെ ഒക്കെ എഞ്ചിൻ, അതായത് വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ ടർബൈൻ ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന ACയുടെ വെൻസാണ് നമ്മൾ കാണുന്നത്. ഈ വാഹനത്തിൻ്റെ AC കുറിച്ച് പറയുകയാണെങ്കിൽ 4 സോൺ AC ആണ്. അതായത് ഇവിടെ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം, ഇവിടെ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം, ബാക്കിൽ 2 സീറ്റുകളിലും 2 ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെ 18 മതി, ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 20 സെറ്റ് ചെയ്യാം, ബാക്കിലേക്ക് 17 സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്ത് വേണമെങ്കിൽ 22 സെറ്റ് ചെയ്യാം. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാഹനത്തിനകത്ത് എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അതായത് വാഹനത്തിനകത്ത് HEPA ഫിൽറ്ററുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ എയർ ക്വാളിറ്റി അത് കൂട്ടുക എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര പൊടി പിടിച്ച് അന്തരീക്ഷത്തിലേക്ക് പോയെന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്ത് വരുന്ന ഒരു എയറിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. ഒരു 95-96 ബെസ്റ്റ് ക്വാളിറ്റിയിലേക്ക് പോകും. 30% താഴെയാണെങ്കിൽ പോലും വാഹനത്തിനകത്തെ ക്വാളിറ്റി അതുപോലെ ഫിൽറ്റർ അയണൈസേഷൻ ചെയ്തിട്ടാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാഹനത്തിനകത്ത് ഫ്രാഗ്രൻസ് ലോഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ല് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ AC വെൻറ്റിൽ കൂടെ ആ മണം വരും. അപ്പോൾ ആ ഒരു മണമൊക്കെ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുക എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം
ഇത്രയും സംവിധാനങ്ങളുണ്ട്. ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ ആപ്പിൾ കാർപ്ലേ ഇങ്ങനെയുള്ള കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ MBUXൻ്റെ കണക്ടിവിറ്റി, അതുപോലെ തന്നെ മെർസിഡീസ് ബെൻസിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ACസിൻ്റെ കാര്യം പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് എൻലെസ് ആണ്. ഒരുപാട് സംവിധാനങ്ങൾ, വാഹനത്തിൻ്റെ എല്ലാ കൺട്രോൾസ് നമുക്ക് ചെയ്യാം. ഈവൻ നേരത്തെ പറഞ്ഞ പോലെ വാഹനം നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു സംവിധാനത്തിനകത്ത് കൂട്ടാം. സീറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, വാഹനത്തിനകത്ത് ഓഡിയോ സിസ്റ്റംസ്, ആംബിയൻ ലൈറ്റുകൾ. ഇപ്പോൾ ആംബിയൻ ലൈറ്റുകൾ തന്നെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വാഹനത്തിനകത്തുള്ള എന്തെങ്കിലും ഒരു കളർ കൊടുക്കുക എന്നുള്ളതല്ല, ഒരാളുടെ, അതായത് ഒരു ഡ്രൈവറിൻ്റെ മൂഡ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വരെയും, അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ മൂഡ് അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും അതിനകത്ത് ആംബിയൻ ലൈറ്റിംഗ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാർണിംഗ് സിഗ്നലായിട്ട് വരും. നമ്മൾ ആ ഡോർ ഓപ്പൺ ചെയ്യുകയാണ്, ബാക്കിൽ നിന്ന് വേറൊരു വാഹനം വരുവാണെന്നുണ്ടെങ്കിൽ ആംബിയൻ ലൈറ്റ് റെഡ് കളറിലേക്ക് മാറി നമുക്ക് ഒരു അലേർട്ട് തരും. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു സെൻട്രൽ ഒരു കൺസോളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട്, ഒരു വുഡ് ആൻഡ് ഫിനിഷിട്ടുള്ള ഭയങ്കര രസമാണ്, ഒരു നല്ല ഒറിജിനൽ തടിയാണ് തോന്നുന്നു കേട്ടോ. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാബിനറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. 2 വയർലെസ് ചാർജറുകൾ നമുക്ക് കാണാം. അതുപോലെ USB ചാർജിങ് പോർട്ടുകളുണ്ട്. അതുപോലെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇത് നമുക്ക് തിരിച്ച് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് താക്കോലൊക്കെ നമുക്കിവിടെ വയ്ക്കാം. അതുപോലെ NFC ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു അറയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാം. അതുപോലെ വാഹനത്തിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വിച്ച് ആണല്ലോ, അതിവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ലൈക്ക് ഇതുണ്ടോ, ഇത് ഫിംഗർ പ്രിൻറ്റ് ബയോമെട്രിക് ആണ്. ഇതുണ്ടോ, ഞാൻ വിരൽ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ലൈക്ക് ഓൾറെഡി പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ ബയോമെട്രിക്കിലും ഈ സംഭവം വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, വാഹനത്തിൻ്റെ വോളിയൂംസ് ഒക്കെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ക്യാമറയുടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കറിയാം. കാരണം ബാക്കിലെ ഈ ക്യാമറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിലെ ലോഗോയ്ക്കകത്താണ് ക്യാമറ വരുന്നത്. നമുക്കത് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പണായി വരും, എന്നിട്ടാണ് ആ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് കാണാണ്ട് വരും. ഈ വാഹനത്തിനകത്ത് കുറേ മോഡുകളുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോഡ് വരും കേട്ടോ. ഇതെന്ന് പറയാം ഈക്കോ എന്ന് പറഞ്ഞൊരു മോഡാണ്. ഈക്കോ മോഡിനകത്തുള്ള കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അവിടെ ലോഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് കംഫോർട്ട് എന്ന് പറഞ്ഞ മോഡാണ്. ഇത് സ്പോർട്ട് മോഡാണ്. സ്പോർട്ട് മോഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കിട്ടുന്നത്. ഇത് ഇൻഡിവിജ്വൽ മോഡാണ്. നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കുറേ സെറ്റിംഗ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് മോഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല കൂൾഡായിട്ട് വരുന്ന ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. ലൈക്ക് ഗ്ലോ ബോക്സ് അല്ല, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഗ്ലോ ബോക്സ് അവിടെയാണ് വരുന്നത്. ലൈക്ക് ഇതിനകത്ത് നമുക്ക് ചാർജിങ് യൂണിറ്റ് ഒക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഗ്ലോ ബോക്സ് വരുന്നത് ഇവിടെയാണ്. ഗ്ലോ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇതാണ് നല്ല ലെതർ ഫിനിഷിലുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ്. അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു IRBM നമുക്ക് കാണാനായിട്ട് പറ്റും. സാധാരണ പോലെയല്ല, ഒരു ഡൈലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്ന ഒരു അടിപൊളി മിറേഴ്സാണ്. ഫ്രെയിംലെസ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ റഡാറിന് വേണ്ടിയുള്ള ലൈക്ക് ഈ പറയുന്ന പോലെ IRന് വേണ്ടിയൊക്കെയുള്ള ക്യാമറാസൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഇതിനകത്തൊക്കെ നമുക്കൊരു ആംബിയൻ ലൈറ്റ്സ് കാണാം. എല്ലാം മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ നമുക്ക് റീഡിങ് ലാംപ്സ് ഇതുണ്ടോ, വളരെ ചെറിയ LED ലാംപ്സ് ആണ്. വളരെ ഭംഗിയാണ് അത് കാണുമെന്ന് പറയുന്നത്. ബാക്ക് സൈഡിലെ ലൈറ്റ്സ് നമുക്ക് ഇവിടെ കത്തിക്കാണ്ട് നമുക്ക് പറ്റും. അതിനുള്ള സംഭവങ്ങളാണ്. ഇതുപോലെ മെർസിഡീസ് മീ എന്ന് പറയുന്നത് സേഫ്റ്റി ഫീച്ചറാണ്. നമുക്ക് ഡയറക്റ്റ്ലി കോൾ ചെയ്യാൻ പറ്റും. അതായത് ലൈക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ SOSൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ നമുക്കിവിടെ സൺറൂഫാണ്. സൺറൂഫ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ സ്ലൈഡ് ചെയ്താൽ മതി. സ്വിച്ചസ് ഒന്നുമില്ല, ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൺറൂഫ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ വലിയ പാൻഡമിക് ആയിട്ട് വരുന്ന സൺറൂഫാണ്. ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്ക് കൺട്രോൾസ് ഒക്കെയാണ്, ലൈക്ക് നമ്മുടെ ഹാൻഡ്സ് ഫ്രീ അസിസ്റ്റൻറ്റുകളൊക്കെയാണ്. വളരെ നീറ്ററായിട്ട് ബട്ടൺസ് പോലെയൊക്കെയാണ് അത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഡാഷ്ബോർഡിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. ഇത് നമുക്കിനിയിപ്പോൾ അടുത്ത സെക്കൻഡ് റോയിലേക്ക് വരാം, എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നോക്കാം. ഇപ്പം മെർസിഡീസ് ബെൻസിൻ്റെ EQSൻ്റെ ഏറ്റവും ലക്ഷറി സീറ്റിലാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡ്രൈവേഴ്സ് കാർ തന്നെയാണ്. എങ്കിൽ പോലും കൂടുതലായിട്ട് ഇപ്പം നല്ല രീതിയിൽ ഇപ്പം ഇത് കോടീശ്വരന്മാരാണല്ലോ ഈ വാഹനം എടുക്കുന്നത്. അപ്പോൾ അവർ പുതിയ വാഹനം ഓടിക്കാറില്ല, ഡ്രൈവേഴ്സിനെ കൊണ്ട് ഓടിച്ചിട്ട് അവർ മിക്കവാറും ബാക്ക് സീറ്റിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലെ ആ സീറ്റിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, എന്നാൽ പോലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് ഈ വാഹനത്തിൻ്റെ സീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലംബാർ സപ്പോർട്ട്, തൈ സപ്പോർട്ടുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ സ്വിച്ചസ് എവിടെയുണ്ട്? സെക്കൻഡ് റോയിലെ സ്വിച്ചസ് നമുക്ക് കണ്ടോ, ഫ്രണ്ടിലോട്ട് ഈ ഒരു ചാർ അഡ്ജസ്റ്റ് ചെയ്യാനും ചാര് കുറയ്ക്കാനും സീറ്റ് മുമ്പോട്ട് മാറ്റാനും ഒക്കെ പറ്റുന്ന ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രത്യേകം എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ വെൻറ്റിലേഷൻ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ലൈക്ക് നമുക്ക് വാഹനം നമ്മൾ പുറത്തൊന്ന് ചൂട് മസാജ് വേണമെങ്കിൽ ചൂട് മസാജ് ചെയ്യാം, തണുപ്പിക്കണമെങ്കിൽ തണുപ്പിക്കാം. ഇവിടെ ബേസ്മിസ്റ്ററിൻ്റെ ആ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് പറ്റും. അത് മനോഹരമായിട്ടുള്ള ലൈറ്റ്സ് ആണ്, നല്ല ഭംഗിയുണ്ട് അത് കാണുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ആ ഒരു റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും.
പിന്നെ ഇത് മൊത്തം പാൻഡമിക് ആയിട്ട് വരുന്ന ഒരു സൺറൂഫാണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് നമുക്ക് പുറത്തേക്കുള്ള ഒരു കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, പിന്നെ ഈ സീറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് ഫോൾഡബിൾ ആണ്, നമുക്കിത് മടക്കി വയ്ക്കാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു MBXൻ്റെ യൂണിറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് ഇതൊരു ടാബാണ് കേട്ടോ. ഒരു ടാബാണ്. നമുക്ക് ഈ ടാബ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഈ ടാബ് കൊണ്ട് നമുക്ക് ഫ്രണ്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിവിടെ മാറ്റുന്നതിനനുസരിച്ചാണ് സീറ്റിൻ്റെ സെറ്റിങ്സൊക്കെ നമുക്ക് ഏറ്റവും ഫ്രണ്ടിലേക്ക് നമുക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാം. സീറ്റിൻ്റെ പൊസിഷൻസ് ആണെങ്കിലും നമുക്ക് അവിടുത്തെ ആ ഒരു ഡിസ്പ്ലേയിലുള്ള കൺട്രോൾ, അതായത് പുറകിലിരിക്കുന്നവരും ഫ്രണ്ടിലുള്ള കൺട്രോൾസിനെ മാറ്റാൻ പറ്റിയുള്ള ഒരു സംവിധാനങ്ങളൊക്കെയാണ്. ഒരു ടാബാണ് കൊടുത്തിരിക്കുന്നത്. അത് സാംസങ്ങിൻ്റെ ഒരു ടാബാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അത് ഈ പറയുന്ന പോലെ ചാർജ് ചെയ്യുന്നതെല്ലാം ഓട്ടോമാറ്റിക്കലിയാണ് ചാർജ് ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ടാബ് ഇങ്ങോട്ട് വെച്ചതിന് ശേഷം ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അത് ലോക്കായിട്ടിരുന്നോളും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓൺ ആക്കണമെങ്കിൽ ഓഫ് ആക്കണമെങ്കിലൊക്കെ നമുക്ക് ആ ഒരു സംവിധാനം കൊണ്ട് പറ്റുന്നതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആക്ച്വലി ഇത് ഒരു ഐഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് പോയിൻ്റാണ്. ലൈക്ക് വയർലെസ് ചാർജറാണ്. നേരത്തെ ഫ്രണ്ടിൽ ഒരെണ്ണമുണ്ട്, ബാക്കിൽ ഒരെണ്ണമാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. ഇതുകൊണ്ട് ഈ ലെതറിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വളരെ ഫൈൻ ആൻഡ് നീറ്റാണ്. കണ്ടോ, പക്ക ഒറിജിനലായിട്ട് വരുന്ന ലെതേഴ്സാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഹെഡ് റെസ്റ്റിലേക്കൊക്കെ വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ്. സീറ്റ്സൊക്കെ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിന് മാറ്റാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് അവിടെ സബ് വൂഫേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്കിലെ ഒരു സീറ്റ്സും ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ AC യുടെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ എല്ലാ വണ്ടികളിലും കാണുന്നതാണ്. മെർസിഡീസ് ബെൻസിലും അതിനൊന്നും യാതൊരു കുറവില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു ചാർജിങ് യൂണിറ്റ് ഉണ്ട്. അതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ AC യുടെ ആ ഒരു ഔട്ട്ലെറ്റും കൺട്രോളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള രീതിയിലാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. മെർസിഡീസ് ബെൻസ് ആകുമ്പോൾ എല്ലാ അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. വാഹനം തന്നെ ഓട്ടോണോമസ് ബ്രേക്ക് ചെയ്യും, ലൈൻ വിട്ട് പോകത്തില്ല, അല്ലെങ്കിൽ ഹൈ ബീം അസിസ്റ്റ് ചെയ്യും. അതുപോലെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അഡാസ് ലെവലിൽ ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇവർ പിന്നെ അഡാസ് എന്നൊന്നും പറഞ്ഞങ്ങനെ ഇതിനെ വില കുറച്ച് കാണുന്നില്ല, എല്ലാ ഫീച്ചേഴ്സും അങ്ങ് കൊടുത്തിരിക്കുകയാണ്. അപ്പം അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ വാഹനം ഭയങ്കര സേഫ്റ്റിയാണ്. ഒരിക്കലും ഓട്ടോണോമസ് ബ്രേക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് വാഹനം ഒരിക്കലും ഇടിക്കത്തില്ല. ഇപ്പം നമ്മൾ അതുപോലെ തന്നെ ഈ വാഹനത്തിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് അസിസ്റ്റ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഇടുങ്ങിയ 2 പാർക്കിംഗ് സ്പേസിലേക്കൊക്കെ വാഹനം ഓട്ടോമാറ്റിക്കലി സ്റ്റിയറിംഗ് ആണെങ്കിൽ ആക്സലറേഷനൊക്കെ ആണെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ തന്നെ വാഹനം അകത്തേക്ക് പാർക്ക് ചെയ്ത് കയറും എന്നുള്ളതാണ്. അപ്പം ഒന്നിനും ബുദ്ധിമുട്ടില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ വാഹനം കൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം. അതുപോലെ പെർഫോമൻസ് ഉണ്ട്, ലക്ഷറി ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം സൂപ്പറാണ്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കാണിക്കാം. കാരണം അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാനിതൊന്നും ഇത്രയും വാഹനത്തിനെ കാണിച്ചിട്ട് അതിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. നമ്മൾ കീ ഹോൾഡ് ചെയ്താൽ മതി, തുറന്നു വരും. നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു കവേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കാരണം അകത്തെ സാധനങ്ങളൊന്നും പുറത്തുനിന്ന് ആരും കാണാതിരിക്കാൻ വേണ്ടി. ലൈക്ക് വാഹനത്തിൻ്റെ സ്പെയർ ടയറാണ്. നല്ല കവറൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇഞ്ച് സൈസ് കുറവാണ് കേട്ടോ, വീതി കുറവുള്ള ടയറാണ്. അതായത് നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോപ്പിൽ കൊണ്ട് ടയർ മാറാൻ വേണ്ടി വരെയുള്ള സംവിധാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ചാർജിങ് യൂണിറ്റ് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാർജിങ് യൂണിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ചാർജേഴ്സ് നമുക്ക് കിട്ടുന്ന 11 കിലോവാട്ടിൻ്റെ ചാർജേഴ്സ് ഈ വാഹനത്തിന് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ഒരു 6.25, അതായത് ഒരു 6.5 മണിക്കൂർ കൊണ്ട് തന്നെ വാഹനം നമുക്ക് വീട്ടിലിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇതുകൂടാതെ അതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞാൽ 200 കിലോവാട്ട് വേഗത്തിൽ ചാർജ് ചെയ്യാൻ പറ്റും. അതായത് ഈ വണ്ടി 107 കിലോവാട്ടിൻ്റെ ബാറ്ററിയേ ഉള്ളൂ. അതായത് കൃത്യം 30-32 മിനിറ്റ് കൊണ്ട് വാഹനം ഫുള്ളി ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ചാർജേഴ്സ് അത്രയും സപ്പോർട്ട് ചെയ്യും. അത്രയും ഫാസ്റ്റർ ആയിട്ടുള്ള ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫാസ്റ്ററായിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന 60 കിലോവാട്ടിൻ്റെ ചാർജറാണ്. 60 കിലോവാട്ടിൻ്റെ ചാർജറാണെങ്കിൽ 107 ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് വാഹനം ഫുള്ളി ചാർജ്ഡ് ആവുന്നുള്ളതാണ്. 0 to 80% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നിസ്സാര വേഗത്തിൽ നമുക്കൊരു 15-20 മിനിറ്റ് ചാർജ് ചെയ്യാൻ തന്നെ വാഹനത്തിൻ്റെ ഒരു പകുതി മുക്കാൽ ചാർജ് കയറും എന്നുള്ളതാണ്. അപ്പോൾ ചാർജിങ് ടൈമിന് പ്രശ്നമില്ല. അപ്പം അത്രയും പ്രീമിയം ആയിട്ടുള്ള ചാർജിങ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് വാഹനം കൊണ്ടുവന്നത് റോയൽ ഡ്രൈവിൽ നിന്ന് ഗൗതമാണ്. നിങ്ങളുടെ റോയൽ ഡ്രൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രീമിയം ലക്ഷറി കാർ ഷോറൂം ബ്രാൻഡുകളൊന്നാണല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനം ഇത് സെയിൽസിനുള്ള വാഹനമാണ്. അതെ, ഇത് നമുക്ക് സെയിൽസിനുള്ള വെഹിക്കിളാണ്. 2022 മോഡലാണ് വെഹിക്കിൾ. സിംഗിൾ ഓണർഷിപ്പാണ്. ജസ്റ്റ് 10,000 കിലോമീറ്റേഴ്സ് മാത്രമേ റൺ ആയിട്ടുള്ളൂ. അതെ. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് ഇപ്പോൾ 1.5 CR ആണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അതെ. ഓക്കെ, 10,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വളരെ ഫ്രഷ് മിന്റ് കണ്ടീഷനുള്ള വണ്ടിയാണോ? അങ്ങനെയല്ല, മിൻ കണ്ടീഷനാണ് ആണല്ലേ? ലൈക്ക് അപ്പം ട്രിവാൻഡ്രത്തുള്ള റോയൽ ഡ്രൈവിന്റെ ഷോറൂമിൽ ഈ വാഹനം ഡിസ്പ്ലേക്ക് അവൈലബിൾ ആണ്. ടെസ്റ്റ് ഡ്രൈവ്സ് ഒന്നും കിട്ടത്തില്ല. കാരണം ഇത്രയും പ്രീമിയം കാർ ടെസ്റ്റ് ഡ്രൈവിനൊന്നും നമുക്ക് കിലോമീറ്റേഴ്സ്
ഡ്രൈവ്സ് നമുക്ക് ബുക്കിംഗ് അഗേൻസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ്സ് പോസിബിൾ ആണ്. അതെ അതെ. ശരി, അപ്പം ഈ കാർ അല്ലെങ്കിൽ EQS ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത്രയും പെർഫോമൻസ് ഉള്ള ഒരു വാഹനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൗതമിനെ കോൺടാക്ട് ചെയ്യാം. ഗൗതമിന് നമ്പർ കൊടുത്തേക്കട്ടെ. ഓക്കെ, ഗൗതം നമ്പേഴ്സ് കൊടുത്തേക്കാം. അത് മാത്രമല്ല നമുക്ക് ഇപ്പം നിലവിൽ ഇപ്പം ഏതൊക്കെ പ്രീമിയം കാർ ഉണ്ടാവും ഇവിടെ? നമ്മുടെ മെർസിഡസ്, റേഞ്ച് റോവേഴ്സ്, ഔഡി, BMW എന്ന് വേണ്ട എല്ലാ വെഹിക്കിൾസിന്റെയും, ഈവൻ പോർഷെ, എല്ലാ വെഹിക്കിൾസിന്റെയും വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് നമ്മുടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഏതെങ്കിലും വെഹിക്കിൾ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് എടുത്തു കൊടുക്കാൻ പറ്റും. അതെ അതെ അതെ. അപ്പോൾ കേരളത്തിൽ പ്രീമിയം കാർസ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് റോയൽ ഡ്രൈവ് എന്ന് പറയുന്നത്. കാരണം റോയൽ ഡ്രൈവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം റോയൽ ഡ്രൈവ് നമ്മൾ എടുക്കുന്നത്. ഇവന് പൃഥ്വിരാജൻ, ലംബോഗിനിയൊക്കെ നമ്മളാണ് കൊടുത്തല്ലേ, പുള്ളിയുടെ നിന്ന് ബൈബാക്ക് ചെയ്തു, അതുപോലെ വാഹനങ്ങൾ കൊടുക്കുകയും ചെയ്തു. അതുപോലെ നമ്മൾ ഒത്തിരി ശരിക്കും പറഞ്ഞാൽ പ്രീമിയം ആയിട്ടുള്ള ഈ കസ്റ്റമേഴ്സ് അവർ ഡിസ്ക്ലോസ് ചെയ്യാത്തതുകൊണ്ടാണ് വമ്പന്മാര് കുറെ വമ്പന്മാരാണ് ഇവരുടെ അടുത്ത് നിന്ന് വണ്ടി എടുക്കുന്നത് അല്ലേ. അത്രയും ഒരു അഷുറൻസ് റോയൽ ഡ്രൈവ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പ്രിയ കൊണ്ട് കാറാണ് എടുക്കുന്നതെന്നുള്ള ഫീല് ഒരു എടുക്കുന്ന കസ്റ്റമറിന് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ആൾക്കാർ റോയൽ ഡ്രൈവ് സജസ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ. അതെ അതെ. അപ്പോൾ തിരുവനന്തപുരത്തുള്ളവരുടെ നമ്പേഴ്സ് കൊടുത്തേക്കാം. പിന്നെ ഗൗതം വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുപാട് വണ്ടികളുടെ വീഡിയോകൾ ചെയ്യാറുണ്ട്. നേരത്തെ മുതലുള്ള പരിചയമാണ്. ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നമ്പേഴ്സ് കൊടുത്ത് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് എൻക്വയറീസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ബെൻലിയുടെ വീഡിയോ ആയിട്ട് ഒരു എൻക്വയറി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്നും നമ്മുടെ റിവ്യൂ കണ്ടുകൊണ്ട് ആരും വാങ്ങിക്കുന്നു വിചാരിക്കുന്നില്ല. എങ്കിൽ പോലും ഇതൊരു അറിവാണ് എല്ലാവർക്കും. ലൈക്ക് ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് യൂസ്ഡ് കാറിന് നമുക്ക് തീർച്ചയായിട്ടും റോയൽ ഡ്രൈവിനെ സജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വണ്ടി വാങ്ങിക്കാൻ മാത്രമല്ല, വെഹിക്കിൾ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ റോയൽ ഡ്രൈവിന്റെ ഏത് ഷോറൂം വേണമെങ്കിലും വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വെഹിക്കിൾ എക്സ്പീരിയൻസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് റോയൽ ഡ്രൈവിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പം ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. ഇത്രയും കൂടി ഒരു വണ്ടി ഇവിടെ കൊണ്ടുവരികയും നമ്മുടെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിന് വേണ്ടി കൊണ്ടുവരിക. ഞാൻ ഈ വാഹനം ഓടിച്ചിട്ടില്ല, കാരണം ഇതൊക്കെ ഇതിന് വേണ്ടി, അതായത് സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വാഹനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നുകൊണ്ട് ഞാൻ ഓടിച്ചിട്ടില്ല. ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഒക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മൾ വിളിക്കും ഒരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഒരുപാട് താങ്ക് യു ബ്രോ. ഓക്കെ, നമ്പേഴ്സ് കൊടുത്തേക്ക്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.